ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊന്മുടി വ്ളോഗാണ്. പൊന്മുടി പോയി പൊതിച്ചോറ് കഴിക്കുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അവിടെ ഫുള്ള് വെയിലാണെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ മഞ്ഞ് കിട്ടിയാലോ. സോ ഞാനിപ്പോൾ ഇഡലി കഴിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. ഞാനും ഇവളും എൻ്റെ അമ്മയും പിന്നെ ഞങ്ങളെ കന്യാകുമാരി ഇപ്പോൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. ബട്ട് ഇവിടെ അമ്മയില്ല, സോറി, ഇവളമ്മ. അപ്പോൾ നമുക്ക് പോകാൻ നേരത്ത് കാണാം. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ നന്ദയൊക്കെ അവിടെ നിന്ന് വരാൻ ഞങ്ങൾ പോയിട്ട് ഇപ്പോഴാണ് അറിഞ്ഞത് സീറ്റ് റിസർവേഷനാണ്. അപ്പോഴത്തേക്കും റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ റിസർവ് ചെയ്ത ആൾ വന്നാൽ നമ്മൾ എണീച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ്. നന്ദയൊക്കെ അല്ലാതെ അങ്ങ് വരും. ഞങ്ങളിപ്പോൾ ഊബർ ബുക്ക് ചെയ്തു. 7 മിനിറ്റിനകം നമ്മുടെ ഊബർ വരും. എന്നിട്ട് ഞങ്ങൾ പോവും. എന്നിട്ട് അവിടെ എത്തിക്കണം ഗായ്സ്. അപ്പോൾ നമുക്ക് ഓട്ടോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പൊന്മുടി ബസ്സിൽ ഫുള്ള് തിരക്ക്. നമ്മളിവിടെ പെട്ടിരിക്കണം. ഇരിക്കാൻ ഒരു സ്ഥലവുമില്ല ഗായ്സ്. റിസർവേഷൻ വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് ഡ്രൈവറുടെ അടുത്ത് സീറ്റ് കിട്ടിയിരുന്നു. തറയിൽ ഞാൻ മറ്റേ എൻജിനുണ്ടല്ലോ, അതിലാണ് ഇരുന്നത്. ഇത്രയും സമയം ഇരുന്നിരുന്നു എൻ്റെ പൊന്നു ഗായ്സ്, ചത്തുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ബസ്സിൽ ഇരുന്ന് എടുത്തതിനൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഡ്രൈവറിന് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു സ്ഥലത്തോട്ട് നിർത്തിയിട്ടായിരുന്നു. പിന്നെ മല കയറിക്കൊണ്ടിരുന്നപ്പോൾ വയ്യ ഗൈസ്. ഇന്നലെയാണ് പോയിട്ട് വന്നത്, ഇന്ന് വയ്യാതായി. മല കയറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെവിയൊക്കെ വേദനിച്ച് ചെവിയൊക്കെ അടഞ്ഞ് ഛർദ്ദിക്കാനൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ കൂടുതൽ എടുക്കാത്ത. അപ്പോൾ വണ്ടി നിർത്തിയിട്ട സമയത്ത് നമ്മൾ ലേസും ജ്യൂസും ഒക്കെ വാങ്ങി. എന്നിട്ട് വീണ്ടും മല കയറാൻ തുടങ്ങി. അങ്ങനെ പോയി ഗൈസ്. അപ്പം ഞങ്ങളിവിടെ എത്തി. വെയിലാണ് ഗൈസ് ഇവിടെ, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുത്തേ, എനിക്കത് കണ്ടു. കണ്ടോ ഇതെല്ലാം വാരിയെടുത്ത് കളയണം കേട്ടോ. എങ്ങനെയാണ് ഇരിക്കുന്ന പേപ്പറിൽ ചെരുപ്പ് മാറ്റി അമ്മയ്ക്ക് പേപ്പറില് ഫുഡ് കഴിക്കാൻ ഇവിടെ കാട് അടിപൊളിയല്ലേ. കഴിച്ച് കഴിഞ്ഞ് ഇനിയാണ് പൊന്മുടി കാണാൻ. അത്ര നേരം കണ്ടത് മുടിപ്പൊണ്ട്. ഗൈസ്, അപ്പം നമ്മൾ പൊന്മുടി ഐഫിൽ ടവർ കുത്തി കയറുന്നു. എനിക്ക് സത്യം പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ല സെൽഫിക്കാൻ വേണ്ടി. അപ്പോൾ കാണുമ്പോൾ അന്തകളെ പോലെയുണ്ട്. നമ്മൾ ഈ മുട്ടക്കുന്ന് അലിഞ്ഞ് കയറാൻ പോയാണ്. ഇനിയിപ്പോൾ തൊപ്പില്ല. കണ്ടോ ഗൈസ്, ഒന്നും കണ്ടുകൂടാ, എന്നാലും അവൻ കാണിച്ചു തന്നത് കണ്ടോ. ഹായ് പറ. പാറ പാറ. പൊന്നു വളരെ സാഹസികമായി ഇറങ്ങാൻ പോവാതെ.
എവിടെ പോണെന്ന് കൊടുത്തി പറയൂ. അതിന്റെ ബാക്കിൽ നിന്ന് പറഞ്ഞ ക്യാമറമാൻ വിറച്ച്. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്മുടിയിലെ മാൻ. ഓ പൊന്നാൻ. ഞാനിവിടെ മഞ്ഞാണ്. നമ്മൾ സ്വെറ്ററൊക്കെ കൊണ്ട് ഗൈസ് ബസ് 2:30-ക്കുണ്ട്, 3:30-ക്കുണ്ട്, 5:30-ക്കുണ്ട്. നമുക്ക് 5:30-ക്ക് പോയാൽ മതി. മൂത്തവർക്ക് വലിയവർക്ക് 3:30-ക്ക് പോകണം. ഗൈസ് ഞാൻ ബസ് നല്ല മനോഹരമായ സ്ഥലം. ഈശ്വര ക്യാമറ ഇവിടെ നല്ല ഫോഗാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഒട്ടും വെയിലില്ല. അതുകൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. കേട്ടോ ഗൈസ്, ഒട്ടും വെയിലില്ല. സൂര്യനാഥന്നെ റീൽസ് എടുക്കാം. നമുക്ക് അങ്ങ് പോവാ. പറ വല്ലതും. നമുക്ക് പിന്നെ കറുത്ത പൊന്ന് അത് സ്റ്റെപ്പ് ഓടി എത്തൂല്ല. ആ മല പകുതി കയറാൻ പോകാനും മൊത്തം കയറാൻ ശേഷിയില്ല, വയസ്സായതുകൊണ്ട്. ഇവിടെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഹായ് കൊണ്ട് ഫ്ലാഷ് എടുക്കണം ഓഫ്. ഒന്നാലും ഇവിടെ കണ്ടു പകുതി വരെ കയറാൻ പോകാം. ഇത് കാശ് 150 മലയുണ്ട് ഇവിടെ. യാതിലോണം കയറാം. നമുക്ക് വഴിയുള്ള വഴി കൂടെ പോണ്ട. അത് കണ്ട മണ്ണ് മാത്രമുള്ള വഴി കൂടെ പോണ്ട. നമുക്ക് പുല്ലി കൂടെ നടക്കാം. കാരണം ഇങ്ങനെ നടക്കാൻ ഒരു വീഡിയോ എടുത്തോ ഫ്രണ്ടിൽ ഓ പൊളി. എവിടെ ചേച്ചി ശബരി? ഞാൻ ഇങ്ങോട്ടെന്താ പോണ. പൗർണമിന് നട്ടൊരു ഉത്തരവാണോ? സ്ഥലമില്ല. എല്ലാവരും നല്ല വഴി കൂടെ വരുമ്പോൾ നമ്മൾ ഏതോ പട്ടിക്കട്ടി കൂടെ ശ്വാസം പിടിച്ചാ. നല്ല വഴി കിടക്കണം. റാണിക്ക് ഓക്സിജൻ മാസ്ക് കൊടുക്കാൻ ഇപ്പോഴേ. സോ ഗൈസ് അവര് വരുന്നില്ല. ഞാനും ബാലും മാത്രം അവിടെ കാണിച്ചോട് തിരിച്ചു അവിടെ പോവാണ്. അവരൊക്കെ കയറാൻ വയ്യ കൊണ്ട് പോയി. നമുക്ക് വയ്യ. എപ്പോ വേണോ ചാവാ ഗൈസ്. ഒടിഞ്ഞു പറക്കി പോകുന്നു. അതിന് മോശം ഫൈനലി വി റീച്ച്ഡ്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ കാണിച്ചു തരാം. എനിക്ക് പേടിയുണ്ട് ഗൈസ് വീഡിയോ എടുക്കാൻ. ഇനി ഈ കമ്പ ഉള്ളതുകൊണ്ട് അപ്പം നമ്മളിവിടെ ഇരുന്ന് കട്ടൻ ചായയും ഇലയുടെയും കഴിക്കുന്നു. അവിടെ വേറെ ഒന്നും ഇല്ല, കട്ടൻ ചായ ഇലയുടെ മാത്രമേ ഉള്ളൂ. കാണിച്ചു തരാം. ഞാൻ മാത്രമേ ഇലയുടെ വാങ്ങിച്ചോളൂ. ഇവള് കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് കഴിക്കും. കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമോ എന്ന് പറയാമേ. നമുക്ക് മുക്കി തിന്നാം ഗൈസ്. ചൂടുണ്ട് ഗൈസ്.
എങ്ങനെ കൊള്ളാന്ന് പറയാം, എനിക്ക് രുചി അറിയില്ല. ജലദോഷം വലിയ എടുത്തപ്പോൾ ഞാൻ പറയാം. തുള്ളി തിന്നിട്ട് ചായ തീർന്ന പിന്നെ എനിക്ക് വേണം. കൊള്ളാം, തുള്ളി കൊള്ളാം ഗൈസ്. ഞാൻ ഇവിടെ അല്ല, ഇവിടെ കൊള്ളാം. ഗൈസ് ഇവിടെ ഇരുന്ന് നമ്മൾ കഴിക്കുന്ന പ്രകൃതി നമുക്ക് 6 മണിക്കാണ് ബസ് ഉള്ളത്. ഇവിടെ എല്ലാവരും നേരത്തെ പോകാൻ വേണ്ടി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പോയി, കാരണം ബസ് പോയി. നമ്മൾ 6:30ക്കുള്ള ബസ്സിനാണ്. ശരിയോ? ഇവിടെയുള്ള എവിടെ നമ്മൾ 2 ഗ്രാൻഡ് മാസ് പാറ കയറാൻ വിളിക്കണ്ട. സുജാതമ്മ പാവം. എവിടെ അത്? ഇത് നമ്മൾ ബസ് പറഞ്ഞ പാറയുടെ മുകളിൽ കിടക്കാനാണ്. നമ്മൾ പാറയുടെ മുകളിൽ കയറാൻ തീരുമാനിച്ചു. ഒന്നും കൂടെ ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് ഇടേണ്ട മഞ്ഞിന് കട്ടിയുണ്ട് ഗൈസ്. മഞ്ഞ് നേരത്തെ അത് തന്നെ. സീറ്റ് പിടിക്കാം അവിടെ, അവിടെ പിടിക്കാം അമ്മേ, അവിടെ 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 അവിടെ. സീറ്റ് പിടിക്കാം ഗൈസ്. ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് ഒറ്റ മനുഷ്യർ ഇതുണ്ട് ഗൈസ്. ആ പോണേ, ഞാൻ കറങ്ങി. ഇല്ല പോ അമ്മൂമാർ. ഇവിടെ ഹൈറ്റ് കുറവാടി, അങ്ങോട്ട് ഹൈറ്റ് ഉണ്ട്. അവിടെയാണ് പേടിയായത്. ഇവിടെ ഇരിക്കാം, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നു. Guys, we are going to settle here. അവിടെ ഒട്ടും ആളില്ല. നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഒരുമിച്ച് കൂവാ, അപ്പൊ എക്കോ വരും. റെഡി 1 കൂവാണോ? എനിക്ക് എങ്ങനെയാണ് കൂവാൻ? റെഡി 1 2 3 ഞാൻ പറയാം. 1 2 3 സ്റ്റാർട്ട്. അവിടുത്തെ ആൾക്കാർ ഞാൻ എൻ്റെ സ്വെറ്റർ തണുപ്പ്, ചെറിയ തണുത്ത കാറ്റ്. എനിക്ക് പനിയാണ്, ചുമ്മാ സ്വെറ്റർ ഇടാൻ വേണ്ടി. പൊന്നെ വ്ളോഗ് എടുക്കാന്നുള്ള വല്ല ചിന്തയുണ്ടോ സിംഗമേ? ഇവിടെ എത്ര ഒരു മഞ്ഞുമില്ല, ബസ്സെങ്കിലും വരുമെന്തോ. അല്ല ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി. മനസ്സിലൊരു തണുപ്പുണ്ട്, എനിക്ക് തണുപ്പുണ്ട്. അല്ല നോക്കി ഇറങ്ങി. എനിക്കും ഉണ്ട് തോന്നും, ഇല്ലെന്നൊന്നും. അവിടെ മൂക്കട പേഷ്യൻ്റ് ആയി ഗൈസ്, വയ്യാത്തോണ്ടാണ് ഇട്ടത് ഗൈസ്, ചുമ്മാ ഗൈസ്. അല്ലല്ലോ ഒറിജിനൽ തന്നെ കണ്ടോ? അവിടെ ഞാൻ തള്ളിയിടാൻ നോക്കിയാണ്, പറ്റിയില്ല. ശിവന്റെ നാഗം ഞാൻ പറഞ്ഞില്ല. സിംഗമോള് ഗുണ്ടാ മോള് കണ്ടോ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വല്ല മാറ്റം ഉണ്ടാ? ഫോണിലുള്ള ചിരി ചിരി ഞാൻ മിണ്ടൂലേ ചിരി.
അവിടെ നില്ല അവിടെ നില്ലൊരു സിംഗം സിംഗം ഫോട്ടോ എടുത്തോ വീഡിയോയിൽ എടുത്തുതരാം ഫോട്ടോ. സിംഗം സിംഗമേ 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 സിംഗത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ്. സിംഗത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്. ഇന്നലെ ഒരു രാത്രി 1 മണിക്ക് താങ്ങിടങ്ങ് മൂക്ക് വളച്ച് എണീച്ചത് ഞാനാണ്. പൊന്മുടി വന്നു എന്തോ ആവോ അവസ്ഥ. പക്ഷെ ഇപ്പം അങ്ങ് ഇരുന്നാൽ മതി ഇറങ്ങട്ടെ ഗൈസ്. നല്ല അഭിനയം ഇരിക്കാൻ നമുക്ക് അവർ ബസ്സേരി ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കുക കാലുപൊട്ട് ഓടി അങ്ങ് കയറാം കേട്ടോ. ഇതിനെ ബസ്സിൽ ഓടിക്കാറില്ല. ഡ്രൈവറിൻ്റെ മൂട്ടിലുള്ള സീറ്റ്. ആ സീറ്റ് തന്നെ കൊള്ളാം. പക്ഷെ തറയിരുന്നു. ആ ഒരു സീറ്റും കൂടെ പിടിച്ചിട്ടിരിക്കാം ചേച്ചി. ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മുടെ ബസ്സായിരുന്നു ലാസ്റ്റ് ബസ്. അതിൻ്റെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അത്മാതിരി തിരക്കായിരുന്നു ഗൈസ്. എങ്ങനെ പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല രസമായിരുന്നു ഗൈസ്. ഈ മല നിങ്ങളിപ്പോൾ കാണുന്ന ക്ലാരിറ്റി ഇല്ല, അല്ലാതെ എന്ത് ഭംഗിയായിരുന്നു രാത്രി കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാട്ടാക്കടയാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് പൂജപ്പുര ബസ് കയറി പൂജപ്പുര ഇറങ്ങിയിട്ട് തട്ട് ദോശ കഴിക്കാൻ പോയി. ഇപ്പോൾ മറ്റേ സീരിയൽ ആർട്ടിസ്റ്റിലെ മഞ്ജു പത്രോസ് അവരെ കണ്ടു. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് അല്ലേ, അപ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. കഴിച്ചിട്ട് എണീച്ച് പോയി. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനൊരു പ്രാന്തി ലുക്കിലാണ്. നന്ദ അവളുടെ വീട്ടിൽ പോയി. ബാനുദ പോകുന്നു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.